ട്രെയിൻ യാത്രയിലും രക്ഷയില്ല. ഞാൻ എറണാകുളത്ത് ട്രെയിൻ യാത്രക്കാരനായ യുവാവിനെ സഹയാത്രികൻ കുത്തി പരിക്കേൽപ്പിച്ചു. എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം നടന്നത്. പാലക്കാട് വാണിയംകുളം സ്വദേശി ജിഷ്ണുവിനാണ് കുത്തേറ്റത്. മദ്യലഹരിയിൽ ആയിരുന്നു ഈ ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരികയായിരുന്നു. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ലഗേജ് എടുത്ത് ഇറങ്ങിയത്. ട്രെയിനിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. താഴെ ഫ്ലോറിൽ ഒരാള് കിടക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടായിരുന്നു പുള്ളി കിടക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്രയും തിരക്കിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എൻ്റെ കാല് ആളുടെ മേലെ തട്ടി. അതിലാള് പ്രലോഭനായിട്ട് ആള് നേരെ കത്തിയെടുത്ത് ആദ്യം കാലുമേക്ക് ഈ കാലിക്ക് ആദ്യം വെട്ടി. അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുകയും അവിടെ ഉണ്ടാകുന്ന കൂടി ഉണ്ടാകുന്ന ബാക്കിയുള്ളവരെല്ലാരും പിടിച്ചു തള്ളുന്നതിന്റെ ഇടയിൽ ആള് കത്തിയെടുത്തിട്ട് ഈ ഇടത് തൊടയമേ കുറെ കീറി. അതില് എനിക്കും ബാക്കിലേക്ക് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്കും കത്തി കൊണ്ട് മുറിയാവുകയും ചെയ്തു. എൻ്റെ ഈ കാല് ഇവിടുന്ന് ഇതുവരെ പൊട്ടുകയും ചെയ്തു. ഇക്ബാൽ അറക്കലുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഇക്ബാൽ, ഈ അടുത്ത കാലത്താണ് ഒരു പെൺകുട്ടിയെ ഒരു അക്രമകാരി ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടത്. അതിനു മുമ്പ് ഒരു TT ആക്രമണത്തിൽ മരിച്ച കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ RPFന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു പൂർണ്ണസമയ ഒരു നിരീക്ഷണം ട്രെയിനിനുള്ളിൽ ഉണ്ടാവും, റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊക്കെയാണ് നമ്മൾ യാത്രക്കാരുടെ ഏക പ്രതീക്ഷ. പക്ഷേ വീണ്ടും എന്തുകൊണ്ടാണ് ട്രെയിനിനുള്ളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഇക്ബാൽ? ഷിഹാസ്, എറണാകുളത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഈ എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ വരികയായിരുന്നു വാണിയംകുളം സ്വദേശിയായിട്ടുള്ള 25 വയസ്സുകാരൻ ജിഷ്ണു. ഈ ട്രെയിന് ഷൊർണൂർ കൊച്ചിൻ പാലം പിന്നിട്ടതിന് ശേഷം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിനിടയിലാണ് ജിഷ്ണു ഈ ട്രെയിനിൻ്റെ ഈ ബർത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ ശ്രമിക്കുന്നത്. ഈ സമയത്താണ് ഒരു വയോധികൻ തൻ്റെ കാലിൽ തട്ടി ജിഷ്ണുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ്ണുവിനോട് ആദ്യം തട്ടിക്കയറുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ അതൊരു കത്തി പോലുള്ളൊരു വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ജിഷ്ണുവിനെ ആക്രമിക്കുന്നത്. ആദ്യം ജിഷ്ണുവിൻ്റെ വലതുകാലിൽ ക്രൂരമായി തന്നെ മുറിവുണ്ടാക്കുന്നു. അതിനുശേഷം പിന്നീട് നാട്ടുകാരുൾപ്പെടെ വരുന്നതിനിടയിലാണ് ജിഷ്ണുവിൻ്റെ ഇടതുകാലിൽ ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. പിന്നീട് ട്രെയിനിൻ്റെ അകത്തുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെല്ലാം ഇടപെട്ടുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ജിഷ്ണുവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു വനിതാ യാത്രികയ്ക്കും പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. ഏതായാലും പിന്നീട് പെട്ടെന്ന് തന്നെ ഈ RPFലേക്ക് വിവരം അറിയിക്കുകയും ഈ വയോധികനായിട്ടുള്ള ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ്, വീരമണി എന്നുള്ളതാണ് പേര് എന്നുള്ളതാണ് നിലവിൽ ഈ റെയിൽവേ പോലീസ് ലഭ്യമായിട്ടുള്ള വിവരം. ഈ വീരമണിയെ പിന്നീട് ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ജിഷ്ണുവിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ചികിത്സ നൽകി വരികയാണ്. ജിഷ്ണുവിൻ്റെ 2 കാലുകളിലുമായി 35ഓളം സ്റ്റിച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്രയും ക്രൂരമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു ഈ വയോധികന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇയാൾ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ വസ്തു ഉപയോഗിച്ച് ജിഷ്ണുവിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് പറയുന്നത്. ഏതായാലും കസ്റ്റഡിയിലുള്ള ഈ വീരമണിയെ ഉടൻ തന്നെ മറ്റ് പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി ഇക്ബാൽ, എറണാകുളം കാരക്കൽ എക്സ്പ്രസിലാണ് ഇന്ന് പുലർച്ചെ ഒരു യുവാവിനെ സഹയാത്രികൻ കുത്തി പരിക്കേൽപ്പിച്ചത്.